ശ്രീ കെ ആന്റണി, താങ്കൾക്ക് ഏറെ അടുപ്പമുള്ള ഒരു നേതാവ് വിട പറഞ്ഞിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് ഈ ഘട്ടത്തിൽ? ഞാൻ എറണാകുളത്ത് മഹാരാജാസിൽ വിദ്യാർത്ഥിയായി പഠിക്കുന്ന കാലം മുതൽ അടുപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആത്മസുഹൃത്തിന്. കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ വിഭാഗം ജനങ്ങളും, കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തിക്കാളുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിനും ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ എല്ലാ ഗ്രൂപ്പുകാരും, എല്ലാ കോൺഗ്രസുകാരും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന, ഒരുപോലെ സ്നേഹിച്ചിരുന്ന, ഒരുപോലെ ബഹുമാനിച്ചിരുന്ന ഒരു KPC പ്രസിഡന്റ് ആയിരുന്നു, UDF കൺവീനറായിരുന്നു PP തങ്കച്ചൻ. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം സമന്വയത്തിന്റെ നേതാവാണ്, സംഘർഷത്തിന്റെ നേതാവല്ല. സംഘർഷങ്ങളുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹം ഓടിയെത്തി അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ കൂടി, അദ്ദേഹം നയജാതിയിൽ കൂടി ആ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സമന്വയത്തിന്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്, സമുദായ നേതാവാണ്, ഗ്രൂപ്പുണ്ടായിരുന്നു. പക്ഷേ ജാതിയും മതവും രാഷ്ട്രീയവും ഗ്രൂപ്പും നോക്കാതെ വ്യക്തിബന്ധങ്ങൾ കാസൂക്ഷിക്കുവാൻ PP തങ്കച്ചൻ കാണിച്ച ശ്രദ്ധ, അദ്ദേഹത്തെ പോലെ വ്യക്തിബന്ധങ്ങൾ, സൗഹൃദങ്ങൾ കാസൂക്ഷിക്കാൻ അതിനുവേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ട ഒരു നേതാവ്, കേരളത്തിലെ പൊതുജീവിതത്തിലെ മാതൃകാ നേതാവാണ് PP തങ്കച്ചൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മസുഹൃത്തുക്കളിൽ ഒരാളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ ദീർഘകാലമായി പരിചയപ്പെട്ട നാൾ മുതൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുന്നതാണ്. അദ്ദേഹം അവസാനമായ ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ അദ്ദേഹവുമായി ടെലിഫോണിൽ സംസാരിച്ചതാണ്. അങ്ങനെ നിരന്തരമായി ഞങ്ങൾ ബന്ധപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ വേർപാട് എനിക്ക് വലിയൊരു ആഘാതമായിട്ട് തോന്നുന്നു. കേരളത്തിലെ കോൺഗ്രസിന് ഒരു വലിയ കനത്ത നഷ്ടമാണ്. കാരണം കോൺഗ്രസിലെ സമന്വയത്തിന്റെ നേതാവാണ് അദ്ദേഹം. കേരളത്തിലെ ഐക്യമുന്നണിക്ക്, UDFന് ഒരു കനത്ത നഷ്ടമാണ്. എൻ്റെ മന്ത്രിസഭ അദ്ദേഹം കൃഷി വകുപ്പിന്റെ മന്ത്രിയാണ്. കാർഷിക മേഖലയിൽ ധാരാളം പ്രശ്നങ്ങളുള്ള, ഇന്നത്തെ പോലെ തന്നെ ധാരാളം പ്രശ്നമുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം കൃഷി വകുപ്പിന്റെ ചുമതലയേറ്റത്. പക്ഷെ അദ്ദേഹം കേരളം കണ്ട ഏറ്റവും നല്ല കൃഷിമന്ത്രി മറ്റൊരാളായി അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടം എല്ലാവരും ഇന്ന് അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വേർപാടിലേക്കുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.